എന്താണ് ആക്ച്വലി ആ ഒരു HS എന്ന് പറയുന്നത് അസുഖം? അപ്പോൾ HS എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മളുടെ ബോഡിയിൽ മെയിനായിട്ട് നമ്മളുടെ അണ്ടർ ആംസിലൊക്കെയാണ് ഇതുപോലെ ഇങ്ങനെ ചെറിയ ലംബ് പോലെയൊക്കെ വന്നിട്ട് അതിൽ നിന്ന് പഴുപ്പും ബ്ലഡും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിപ്പോൾ ഒരു 10 ലക്ഷം പേരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാൾക്ക് വരുന്നൊരു കണ്ടീഷനാണ്. മരിച്ചു കളയാമെന്നൊക്കെ തോന്നാറുണ്ട്. ഇപ്പം എൻ്റെ മോൾക്ക് ഇപ്പം ഞാനില്ലെങ്കിലും എൻ്റെ വീട്ടുകാരെയും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെയും അവളെ നോക്കിക്കോളും. അതെന്താ ഈ ബ്ലഡ് വരുന്നത്? അതിങ്ങനെ അതിനകത്ത് ഈ പഴുപ്പും ബ്ലഡും ഇങ്ങനെ ഫില്ലായി നിൽക്കും. ഇങ്ങനെ ഒരു ക്യാവിറ്റി പോലെ ഫോം ആയിട്ടുണ്ടാവും. അതിൽ ഈ പഴുപ്പും ബ്ലഡും ഇങ്ങനെ ഫില്ലായി നിൽക്കും. അതിങ്ങനെ ഓവറായിട്ട് ഫില്ലാവുന്നതിനനുസരിച്ച് അതിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിങ്ങനെ വീർത്ത് നിൽക്കുന്ന സമയത്ത് ഭയങ്കര വേദനയായിരിക്കും. ഇങ്ങനെ കുത്തി കുത്തി വേദന വരും നമുക്ക്. എനിക്കിപ്പോൾ ഒരു 14 വർഷമായി ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ട്. അത് ഈ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു ഡോക്ടേഴ്സ് ഇത് എടുത്ത് കളയാൻ തയ്യാറായില്ല. ഇപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ബ്രെയിനിലേക്ക് അണ്ടർ ആംസിൽ മാത്രമല്ല ബോഡി പാർട്സ് വേറെ വരും. നമുക്ക് ബ്രസ്റ്റിൽ വരാം, ക്ലീവേജിൽ വരും, നമ്മളുടെ ഗ്രോയിൻ ഏരിയയിലൊക്കെ വരാം, ബട്ടക്സിൽ വരുന്നവരൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ എവിടെയാണ് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഫോൾഡുകൾ വരുന്നത് അങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ ഇന്ന് കിടന്നുറങ്ങി നാളെ ഞാൻ എനിക്കൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഹായ്, ഞാൻ അശ്വതി. ഗ്ലോബൽ നെറ്റ്വർക്കിലെ പുതിയ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഒരു ഗസ്റ്റ് ശരണ്യ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറാണ്. നമുക്കൊരു ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ പറ്റില്ല, പലർക്കും ഒരു മോട്ടിവേഷനാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അവരുടെ കോണ്ടന്റ്. അപ്പം നമുക്ക് അവർക്ക് ചോദിച്ചു നോക്കാം. ഹായ്, നമസ്കാരം. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. സത്യം പറഞ്ഞാൽ എനിക്ക് ചേച്ചിയുടെ റീല് കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ലൈഫിലൊക്കെ പലർക്കും പല പ്രശ്നങ്ങളുള്ളതായിരിക്കും. ഈ പ്രശ്നം കൊണ്ട് നമ്മൾ എന്തോ നമുക്ക് ജീവിക്കേണ്ട, അല്ലെങ്കിൽ വയ്യ, നമുക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ്. പക്ഷെ നമ്മുടെയൊക്കെ ലൈഫ് എന്തിനു വേണ്ടിയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ദൈവം തന്നിട്ട്, അത് എന്ത് വലിയ ലക്കിയാണ്, നമുക്ക് വേറെ പ്രശ്നം ഇല്ലല്ലോ എന്ന് മനസ്സിലാവുന്നത് ചേച്ചി ഒരു റീല് കാണുന്ന സമയത്താണ്. അത് ഞാൻ പറഞ്ഞൊരു സഹതാപത്തിന്റെ ഒരു ഇതായിട്ടല്ല, പക്ഷെ നമുക്ക് മനസ്സിലാകും, അയ്യോ ഇതൊക്കെ നമുക്ക് വന്നിരുന്നെങ്കിൽ. ഓരോ വീഡിയോ കാണുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞ എൻ്റെ ഈശ്വരൻ നമ്മുടെയൊക്കെ ലൈഫ് നമുക്ക് തന്നത് എന്തൊരു ഭാഗ്യമാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന കുറേ കാര്യങ്ങൾ. പക്ഷെ അത് സർവൈവ് ചെയ്തു, അത് വലിയൊരു കാര്യമാണ് ചേച്ചി ചെയ്യുന്നത്. അത് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് അത് പുറത്ത് കാണിച്ച് അത് സർവൈവ് ചെയ്യുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പം എന്താണ് ആക്ച്വലി ആ ഒരു HS എന്ന് പറയുന്ന ഒരു അസുഖം? എനിക്ക് ശരിക്കുള്ളത് ഒരു റയർ ആയിട്ടുള്ള ജനറ്റിക് ഡിസോർഡർ ആണ്, പാഷ് സിൻഡ്രോം എന്ന് പറയും. അതിപ്പോൾ ഒരു 10 ലക്ഷം പേരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാൾക്ക് വരുന്നൊരു കണ്ടീഷനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് HS ഉള്ളത്. അതാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അത് ഉള്ള കുറച്ച് പേരൊക്കെ, കുറച്ചധികം പേര് തന്നെ ഉണ്ടെന്നുള്ളത് ഞാനിങ്ങനെ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുവരെ എൻ്റെ അറിവിലില്ലായിരുന്നു. കാരണം ഇങ്ങനെ നമ്മളിപ്പോൾ നെറ്റിലൊക്കെ നോക്കുവാണെങ്കിലും അങ്ങനെ അധികം ഇപ്പോൾ വേറെ കൺട്രീസിലുള്ളവരുടെയൊക്കെ ഉണ്ടെന്നുണ്ടെന്നല്ലാതെ നമ്മളുടേതായിട്ടുള്ള ആരുടെ ഒരു വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കുള്ളത് മാത്രമായിരിക്കും എന്ന് വിചാരിച്ചത്. പിന്നെ വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കാനും എന്നേക്കാളും മോശം അവസ്ഥയിലൊക്കെ ഉള്ളവർ വരെ ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ HS എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മളുടെ ബോഡിയിൽ മെയിനായിട്ട് നമ്മളുടെ അണ്ടർ ആംസിലൊക്കെയാണ് ഇതുപോലെ ഇങ്ങനെ ചെറിയ ലംബ് പോലെയൊക്കെ വന്നിട്ട് അതിൽ നിന്ന് പഴുപ്പും ബ്ലഡും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചിലതൊക്കെ ഉണങ്ങാൻ ഒരുപാട് കാലതാമസം ഉണ്ടാവും. അപ്പോൾ നമ്മളത് ഡ്രസ്സ് ചെയ്ത് കെയർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം. നല്ല പെയിൻഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ വീഡിയോ നോക്കുമ്പോൾ ഇങ്ങനെ അകത്തുനിന്ന് ബ്ലഡ് ഇങ്ങനെ എടുക്കും കോട്ടണിൽ എല്ലാ ദിവസവും. അതെന്താ ഈ ബ്ലഡ് വരുന്നത്? അതിങ്ങനെ അതിനകത്ത് ഈ പഴുപ്പും ബ്ലഡും ഇങ്ങനെ ഫില്ലായി നിൽക്കും. ഇങ്ങനെ ഒരു ക്യാവിറ്റി പോലെ ഫോം ആയിട്ടുണ്ടാവും. അതിൽ ഈ പഴുപ്പും ബ്ലഡും ഇങ്ങനെ ഫില്ലായി നിൽക്കും. അതിങ്ങനെ ഓവറായിട്ട് ഫില്ലാവുന്നതിനനുസരിച്ച് അതിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഒന്നില്ലെങ്കിൽ തനിയെ ഡ്രെയിൻ ആവും, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ വീർത്ത് നിൽക്കുന്ന സമയത്ത് ഭയങ്കര വേദനയായിരിക്കും. ഇങ്ങനെ കുത്തി കുത്തി വേദന വരും നമുക്ക്. കുറച്ചതിങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ആ പെയിനൊന്ന് കുറയുക. അപ്പം അങ്ങനെയാണ് അത് പോണത്. ആക്ച്വലി എപ്പോഴാണ് സ്റ്റാർട്ട് ആയത്? എനിക്കിപ്പോൾ ഒരു 14 വർഷമായി ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ട്. എങ്ങനെയാണ് എൻ്റെ സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ എനിക്ക് ജന്മന എൻ്റെ കഴുത്തിന് പുറകിലായിട്ട് നമ്മുടെ നെയ്പ്പ് ഓഫ് ദ നെക്ക് എന്ന് പറയും ഒരു ഏരിയയാണ്. ഇവിടെ എനിക്കൊരു ഇങ്ങനെ ലംബ് പോലെ ഉണ്ടായിരുന്നു, ഒരു സിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഇതാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. കാരണം എൻ്റെ അമ്മ പറഞ്ഞിരുന്നു ജനിച്ച സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വേറെ പ്രശ്നമൊന്നുമില്ല, വലുതാവുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഡോക്ടറെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പറഞ്ഞ പോലെ ഒരു 14 വർഷം മുൻപ് എനിക്കിങ്ങനെ എൻ്റെ ലെഫ്റ്റ് അണ്ടർ ആംസിലൊരു തടിപ്പ് വന്നു. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ പറയില്ല ചൂടുകുരുവാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഡോക്ടറെ കണ്ട് അതിങ്ങനെ ഒരു ലോക്കൽ എക്സിഷൻ പോലെ ചെയ്ത് കളഞ്ഞു. പക്ഷെ അന്നേരമാണ് ശരിക്കും എൻ്റെ ഈ കഴുത്തിലുള്ളതിനൊരു ട്രിഗർ വരണത്. ഒരു ട്രോമ പോലെ സ്കിന്നിലേക്ക് വന്നിട്ട് പിന്നെ ഈ കഴുത്തിലുള്ളത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു വ്രണം പോലെയൊക്കെയായി, ഇങ്ങനെ വീർത്ത് വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി. അത് ഈ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു ഡോക്ടേഴ്സ് ഇത് എടുത്ത് കളയാൻ തയ്യാറായില്ല. ഇപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ ബ്രെയിനിലേക്കൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വന്നാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവസാനം ഒരു ഡോക്ടർ ഇത് സർജറി ചെയ്തു. സർജറി ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് അവരങ്ങനെ ബയോപ്സിക്ക് അയക്കി അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഇതൊരു നോർമൽ ഒരു സിസ്റ്റാണ്, എന്തോ ഒരു പേര് പറഞ്ഞിരുന്നു, ഡെർമോയിഡ് സിസ്റ്റോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് റിമൂവ് ചെയ്തിട്ട് എനിക്കൊരു 2-3 മാസത്തെ ഗ്യാപ്പ് എനിക്ക് കിട്ടിയുള്ളൂ. അതിനുശേഷം ആ സ്കാറിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുതിയത് വന്നു. പിന്നെ അതും ചെയ്തു, അതും വേറെ ഹോസ്പിറ്റലിൽ പോയി ചെയ്തു. പിന്നെ ഈ ഡോക്ടർ അതിനെക്കുറിച്ചൊന്നും തയ്യാറായൊന്നുമില്ല. അങ്ങനെ ഒരു 4-5 സർജറിയോളം ചെയ്തു. ഈ 5 സർജറിയിൽ ആ സെയിം സ്ഥലത്ത് തന്നെ അവിടെ തന്നെ വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വരായിരുന്നു. അപ്പോൾ അതാണ് ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിയണത്. അങ്ങനെ 6ാമത്തെ സർജറി പ്ലാസ്റ്റിക് സർജറിയാണ് ചെയ്യണത്. ആ പ്ലാസ്റ്റിക് സർജറിയിലാണ് ഇങ്ങനെ HS ആണ് എന്നുള്ളൊരു ഇത് അറിയുന്നത്. അതിന് മുമ്പ് തന്നെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് ഞാൻ കേട്ടിരുന്നു, ഇങ്ങനെ ഹൈഡ്രഡൈനൈറ്റിസ് സപ്പറേറ്റീവ എന്നാണ് പേര്. അപ്പോൾ അങ്ങനെ അത് സെർച്ച് ചെയ്തൊക്കെ നോക്കിയ സമയത്താണ് നമ്മളിങ്ങനെ ഡെർമറ്റോളജിസ്റ്റിനെയാണ് കാണേണ്ടത്, പ്ലാസ്റ്റിക് സർജറിയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയണത്. അങ്ങനെ ഇവിടെ കാക്കനാട് ഹോസ്പിറ്റലിലാണ് ചെയ്തിട്ടുള്ളത്. സൺറൈസിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ക്ലിനിക്കലി അത് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റി, അതായത് ഇങ്ങനെ ഹൈഡ്രഡൈനൈറ്റിസ് സപ്പറേറ്റീവ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനുശേഷം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറാണ്, അതുമല്ല എനിക്കിങ്ങനെ ഒരു റെയർ ജനറ്റിക് കണ്ടീഷനാണ്, പാഷ് സിൻഡ്രോം എന്നാണ് പേര് എന്ന് പറയുന്നത്. അപ്പോഴാണ് സാർ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും കാര്യമില്ല, ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, ബയോളജിക്സ് എന്ന് പറയും അതിന്, അത് ത്വക്കിനടിയിൽ ചെയ്യുന്ന ഒരു ഇഞ്ചക്ഷനാണ്, അതെടുത്താൽ തന്നെയാണ് ഇത് എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ ഇങ്ങനെ റിക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു പറഞ്ഞു. അപ്പം അങ്ങനെ ഇപ്പോൾ ബയോളജിക്സ് ആണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എത്ര വർഷം എടുക്കണമെന്നോ, എത്ര ഇതിപ്പോൾ വേറെ മാറേണ്ട വരുമോ, അതായത് വേറെ കുറേ അവൈലബിൾ ആണല്ലോ, അപ്പോൾ അതിൽ വേറെ ഇഞ്ചക്ഷനിലേക്ക് പോകേണ്ട വരുമോന്നും അറിയില്ല. അപ്പോൾ ഇതിനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻസ് നമ്മൾ എടുത്തോണ്ടിരിക്കണം. ഇത് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം കേൾക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. ഇതിന് ക്യൂറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല ഈ HS എന്ന് പറയുന്നത്. പാഷ് സിൻഡ്രോം ആയാലും അങ്ങനെ തന്നെ. HS ക്യൂർ ആവണതല്ല, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ രോഗം ചികിത്സിച്ച് മാറ്റാമെന്ന് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല അത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇതിനെ കൺട്രോളിൽ കൊണ്ടുവരാന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. കൺട്രോൾ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ ആഴ്ച ഇപ്പോൾ ഒരു 2 എണ്ണം ഉണ്ടായിന്ന് വിചാരിക്കും. ഇപ്പോൾ 2 ഡിഫറെൻറ്റ് സ്ഥലത്തായിട്ട് നമുക്കിങ്ങനെ ഒരു ലംബ് പോലെ വന്ന് പഴുപ്പും ബ്ലഡും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരാഴ്ച 2 എണ്ണം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് കൺട്രോളിൽ വന്നു എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ ഈ ആഴ്ച 2 എണ്ണം ഉണ്ടാവുന്നത് അടുത്ത ആഴ്ച ചിലപ്പോൾ 1 എണ്ണം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അടുത്ത മാസം ഇപ്പോൾ ഈ ആഴ്ചയിൽ 2 എണ്ണം ഉണ്ടാവുന്നത് മാസത്തിൽ ഇപ്പോൾ ഒരു മന്തിൽ ഇപ്പോൾ 2 എണ്ണം ഉണ്ടാവുക, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ 2 എണ്ണം ഉണ്ടാവുക, 1 എണ്ണം ഉണ്ടാവുക, അങ്ങനെ വരുന്നതിനാണ് നമ്മൾ കൺട്രോളിൽ വരിക എന്ന് പറയാം. ഇപ്പം എനിക്ക് 14 വർഷം മുമ്പ് ലെഫ്റ്റ് അണ്ടർ ആമിൽ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ അണ്ടർ ആംസിലൊന്നും വന്നിട്ടേ ഇല്ല. പിന്നെ എനിക്ക് ബ്രസ്റ്റിലൊക്കെയാണ് വരാറുള്ളത്. നമ്മളുടെ വേറെ വരും, നമുക്ക് ബ്രസ്റ്റിൽ വരാം, ക്ലീവേജിൽ വരും, നമ്മളുടെ ഗ്രോയിൻ ഏരിയയിലൊക്കെ വരാം, ബട്ടക്സിൽ വരുന്നവരൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ എവിടെയാണോ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഫോൾഡുകൾ വരുന്നത് അങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുമല്ലാതെയും വരുന്നുള്ളത് ഞാനിങ്ങനെ വേറെ കൺട്രീസിലുള്ളവരുടെയൊക്കെ വീഡിയോസൊക്കെ കണ്ട് അവരൊക്കെ ആയിട്ട് ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് അങ്ങനെ അതിൽ സർവൈവ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിലുള്ളവർക്കാണ് വേറെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വരുന്നുള്ളത് മനസ്സിലാക്കണേ. എനിക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നത് ഇവിടെയാണ്. അത് ശരിക്കും ഇങ്ങനെ ഒരു ലംബ് പോലെ വന്നു. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ അമങ്ങി പോകാനുള്ള ഓയിൽമെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് ചിലതുകൾ മാത്രം ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ചുങ്ങിപ്പോവും, ചിലത് അങ്ങനെ പൊട്ടി വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ പൊട്ടാനുള്ള ഓയിൽമെന്റ് തരുന്നുണ്ടാവും. ഇന്നിപ്പോ ഒരു സാധനം ആ ഒരു ഇത് പൊട്ടിപ്പോയ പിന്നെ അടുത്ത് എപ്പോഴാണ് അതിങ്ങനെ വരുന്നത്? ഡെയിലി ഇങ്ങനെ വന്നോണ്ടിരിക്കും? ചിലപ്പോൾ ആഴ്ചയിൽ, ചിലപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ പറയാൻ പറ്റില്ല. ചിലതിപ്പോ വരണത് ചിലപ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ ഹീലാവും, ചിലതിപ്പോ മാസങ്ങൾ എടുക്കാം, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കാം. ഗ്രോയിനിലൊക്കെ വന്നിട്ടുള്ളത് എനിക്ക് 1.5 വർഷമൊക്കെ ആയിട്ടുള്ളതുണ്ട്. അതായത് ഡ്രെയിൻ ആവണില്ല, പക്ഷെ ഒരു ലീഷനായിട്ട് ഇങ്ങനെ ഉണ്ട് അത്. അപ്പൊ ഈ അണ്ടർ ആംസിൽ ഇടുന്ന സമയത്ത് ഈ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ഭയങ്കര പെയിൻ എടുക്കുക ഒരു സമയത്ത്? ഡ്രസ്സിങ് ഒക്കെ ഉള്ള കാരണം കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രസ്സും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഓക്കെ. ഹസ്ബൻഡ് ആണ് ഭയങ്കര ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് ഞാൻ കേട്ടു. ലവ് മാരേജ് ആണോ? അതെ അതെ, ലവ് മാരേജ് ആണ്. ഓക്കെ. ഹസ്ബൻഡ് അപ്പൊ ഈ റിലേഷൻ ആയ സമയത്ത് ഈ ഒരു അസുഖത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, ആ സമയത്തൊന്നും എനിക്കില്ലായിരുന്നു. ഓക്കെ. അതിനുശേഷമാണ് ഇത്? അതിനുശേഷം എന്റെ മോൾക്കൊരു 3-4 വയസ്സുള്ള സമയത്താണ്. അപ്പൊ അതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, പ്രഗ്നൻസി ടൈമിലോ അതിനുശേഷം അങ്ങനെ ഒന്നും ഇല്ല. അപ്പം ഇത് വന്ന സമയത്ത് ഹസ്ബൻഡ് എങ്ങനെയാ അപ്പൊ അതിനെ ടേക്ക് കെയർ ചെയ്തത്? എല്ലാവരും, ഹസ്ബൻഡിന്റെ വീട്ടിലുള്ളവരെല്ലാം എൻ്റെ വീട്ടിലുള്ളവരെല്ലാം എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഈ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അറിയാലോ, നമുക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഈ പഴുപ്പും ബ്ലഡൊക്കെ കാണുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും.
പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചില കമന്റ്സിലൊക്കെ വരുന്ന പോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. ഞാനിപ്പോ വീട്ടിലാരും ഭക്ഷണം കഴിക്കുന്നവരടുത്ത് പോയിരുന്നിട്ട് നമ്മളിത് ചേഞ്ച് ചെയ്യൊന്നും ചെയ്യില്ലല്ലോ. മനസ്സിലായി. അപ്പോ എന്നാലും എനിക്ക് മനസ്സിലാവും ഓരോ ബുദ്ധിമുട്ടൊക്കെ. പക്ഷെ ആർക്കും അങ്ങനെ വീട്ടിലാർക്കും അതാ കുറച്ച് കോമന്റ്സ് ഞാൻ ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് ചേച്ചി അതിന് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആ റിപ്ലൈ കൊടുത്ത കമന്റ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതങ്ങനെ ഹേർട്ട് ചെയ്യാനുള്ള ഒരു ഇതൊന്നും അല്ല. ഞാൻ കുറെ കണ്ട നിന്റെ കൂടെയുള്ള ജീവിതം ഭർത്താവിന് എത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അയാൾ പാവം, നിനക്ക് കുറച്ച് മനസാക്ഷി ഉണ്ടെങ്കിൽ അയാളെ വെറുതെ വിട്, അയാൾക്ക് മറ്റൊരു ജീവിതം കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആക്ച്വലി ഈ കമന്റ് ഇടുന്നവര് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതും ഫേക്ക് അക്കൗണ്ട്സ് ആണ്. അപ്പം ഇതൊക്കെ ഒരാളെ അങ്ങനെ ഇമോഷണലി കുറച്ചുകൂടി. പക്ഷെ ചേച്ചി എന്താ ചെയ്യുന്നത്, ചേച്ചി ആ കമന്റ്സ് എടുത്ത് വെച്ചിട്ട് അവർക്ക് പിന്നെയും ചേച്ചിയുടെ ഹെൽത്തിന്റെ ഇഷ്യൂ കാണിച്ചത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത്. ആക്ച്വലി ഹസ്ബൻഡിനെ പറ്റി ഇങ്ങനത്തെ കോമന്റ്സ് വരുമ്പോ ഹസ്ബൻഡ് എന്താ പറയാറുള്ളത്? ചേട്ടൻ അതൊന്നും വിഷയമല്ല. ചേട്ടൻ അതൊന്നും ഒരു കുഴപ്പമില്ല, ഇതൊക്കെ സില്ലി ആയിട്ട് എടുക്കുന്ന. ഹസ്ബൻഡ് ഈ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ അറപ്പ് തോന്നുന്നു, എനിക്കും ഉണ്ട് ഭർത്താവ്. വേറൊരു കമന്റ് ഉണ്ട്, എനിക്കും ഹസ് ഉണ്ട്, എന്റെ ഹസ് പറയും പഴുപ്പാണോ പാലാണോ കൊച്ചിന് കൊടുക്കുന്ന എന്ന അസുഖം മാറിയിട്ട് വന്നാ മതി, ഇല്ലെങ്കിൽ ആർക്ക് നിന്റെ കൂടെ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് വേറൊരു പുള്ളിക്കാരിക്ക് ഇതേ ഒരു ഹെൽത്ത് ഇഷ്യൂ അവരെ ഹസ്ബൻഡ് പറഞ്ഞ ഒരു കാര്യമാണ്. അതിനെപ്പറ്റി അങ്ങനത്തെ ഇപ്പൊ ഒരാൾക്ക് അസുഖം ഉണ്ടെങ്കിൽ അവരെ ഹസ്ബൻഡ് ഇട്ടേച്ച് പോവാണെങ്കിൽ ഇങ്ങനെ പറയുവാണെങ്കിൽ അപ്പൊ അവരോട് എന്താ പറയാനുള്ളത് ചേച്ചിക്ക്? അപ്പോ അവരുടെ അടുത്ത് പറയാനുള്ളത് അങ്ങനെയുള്ളവരെ മാക്സിമം ഒഴിവാക്കണം. മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളെ കൂടെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അതായത് ചിലപ്പോൾ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരുപാട് പൈസ ഒക്കെ ചെലവാക്കുന്ന സമയത്ത് അത് പറ്റാണ്ട് ദേഷ്യം വന്നിട്ടുള്ള കുറച്ച് പേരൊക്കെ ഇങ്ങനെ, മിക്കതും ഇങ്ങനെ സ്ത്രീകളാണ് മെസ്സേജ് അയക്കുക. അങ്ങനെയാണ് ഇങ്ങനെ. പിന്നെ ഒരു കുട്ടി ഇതുപോലെ തന്നെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു ഹസ്ബൻഡിന്. ചേട്ടൻ ഇവിടെ വന്നു, അത് ചിലപ്പോൾ ആളുടെ ഒരു സമാധാനത്തിന് അയക്കുന്നതായിരിക്കും. പക്ഷെ അത് കണ്ടിട്ട് ഹസ്ബൻഡ് ഇതുപോലെ ഈ സെയിം കമന്റിൽ വരുന്ന പോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഓർമ്മ വരാണ്, ഇനി ഇങ്ങനെ അയക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു കൊച്ചുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇത് കുറെ ആൾക്കാർ കൂടുതലും ബോഡി ഷെയ്മിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിന്നെ കാണാൻ ഭംഗിയുണ്ട് എങ്കിൽ എനിക്ക് ഇഷ്ടം, പക്ഷെ നേരിൽ കണ്ടാൽ ഞാൻ ഇങ്ങനെ വരുന്നുണ്ട്, അറപ്പാണ് എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി അത് ആൾക്കാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവർക്കും ഓരോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന എല്ലാരും ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ഒരാളല്ല, അവരുടെ ഫാമിലിക്കായാലും എന്തായാലും ഉണ്ട്. പക്ഷെ ഈ കോമന്റ്സ് ഇടുന്നത് കുറച്ചൊക്കെ ഞാൻ വിചാരിച്ചെന്ന് അറിയോ, ആൾക്കാർക്ക് നമ്മൾ ഈ റീൽസ് ഇടുമ്പോൾ എന്തെങ്കിലും കമന്റ്സ് വരുന്നത് നമുക്കിപ്പോൾ വരുമ്പോൾ നമ്മൾ അത്ര വരില്ല. പക്ഷെ ഇങ്ങനെ ഒരാൾ ഇടുന്ന സമയത്ത് വരുന്ന ഓരോ കമന്റ്സ് ഒക്കെ ബോഡി ഷെയ്മിങ് ഒക്കെ, പക്ഷെ ചേച്ചി അത് ഭയങ്കര ഹാൻഡിൽ ചെയ്തിട്ട് അത് എടുക്കുന്നുണ്ട്. വലിയൊരിക്കലും കരുതിയറിഞ്ഞോടെ ഇരുന്നേനെ. ആക്ച്വലി ചേച്ചി അത് ഭയങ്കര വിൽ പവർ ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ചേച്ചി സത്യം പറഞ്ഞാൽ അവരെ തെറിയൊന്നുമല്ല പറയുന്നത്, തിരിച്ചു എന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഇങ്ങനെയാണ്, എന്റെ ഹസ്ബൻഡ് അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഹസ്ബൻഡാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ടി കൂടെ നിന്നിട്ടുള്ളത്? അപ്പൊ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യ പങ്കാളിത്തം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, വീട്ടിലുള്ള എല്ലാവരും. അതിപ്പോ എന്റെ മോളായാലും ഇപ്പൊ ഹസ്ബൻഡിന്റെ അമ്മയായാലും. എത്ര വയസ്സുണ്ട്? മോളിപ്പോ 5th പഠിക്കുന്നത്. ഹസ്ബൻഡിന്റെ അമ്മയാണ് ഇവിടെ എന്റെ എനിക്ക് തോന്നുന്നു 6ാമത്തെ സർജറിക്ക് മുമ്പാണെന്ന് തോന്നുന്നു. ആകെ ഇങ്ങനെ കഴുത്തിങ്ങനെ ഞാൻ കുനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴുപ്പ് ഇങ്ങോട്ട് ചാടും പുറത്തേക്ക്. അങ്ങനെയായിരുന്നു. എന്റെ ഇത് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നണേ. ആ സമയത്ത് എന്റെ ഹസ്ബൻഡിന്റെ അമ്മയാണ് വന്ന് തുടച്ചൊക്കെ തരാറ് എനിക്ക്. ഇപ്പൊ ഇവര് ഈ പറയുന്ന കോമന്റ്സ് ഒക്കെ ഇവര് ആക്ച്വലി വിചാരിക്കുന്നത്, ഇടുന്ന കോമന്റ്സ് എങ്ങനെ അടുത്ത് കിടക്കും, സ്മെല്ല് വരത്തില്ലേ, ഭർത്താവിന്റെ അവസ്ഥ ആലോചിച്ച് നിന്നെ എവിടെ തൊട്ടാലും പഴുപ്പാണ് വരിക, എങ്ങനെ തൊടും, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, മാരേജ് ലൈഫ് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഇതും കാര്യം മാത്രമല്ല. പല ആൾക്കാരുടെ വിചാരിച്ച മാരേജ് ലൈഫ് പെണ്ണിന്റെ കൂടെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ഒരു ഒബ്ജക്റ്റ് ആണ് പെണ്ണെന്ന് വിചാരിക്കുന്നവർക്ക് എനിക്ക് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ലല്ലോ ചേച്ചി. നമുക്ക് പാർട്ട്ണർ എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നിൽക്കണമെന്നുള്ള. പക്ഷെ അത് ചേച്ചി അത് പ്രൂവ് ചെയ്തിട്ടുമുണ്ട് ചേച്ചിയുടെ അക്കൗണ്ടിലൂടെ. പലർക്കും അത് കാണുമ്പോൾ എന്ത് ലക്കിയ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേര് പറയാറുണ്ട്. അതായത് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഇത് മാത്രമല്ല ലൈഫ്. നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കും വേണം, അല്ലാതെ ഈ അയ്യേന്ന് പറയുന്ന ഒരാളാവരുതല്ലോ, ആളാവരുത്. അപ്പൊ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട് മാരേജ് ലൈഫിൽ പെണ്ണെന്ന് പറഞ്ഞ ആണുങ്ങൾ എന്താണ് ആക്ച്വലി കരുതുന്നത്? ഇപ്പൊ ഈ കൊമന്റ്സ് വന്നപ്പോ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഇതിന് വേണ്ടി മാത്രമുള്ള ഒരു ഇതായിട്ടാണ് കാണുന്നത്. അപ്പൊ ആ ഒരു ലൈഫിനെ കുറിച്ച് മാത്രമാണ് ഈ കാണുന്നവര് ബോധേടാവുന്നത്, അതിനെ കുറിച്ച് മാത്രം. അയ്യോ അപ്പൊ അതെന്തായിരിക്കും, അവരുടെ ആ ലൈഫ് എങ്ങനെയായിരിക്കും, അങ്ങനെയാണ് അവര് ചിന്തിക്കുന്നത്. അല്ലാതെ അവര് എത്രത്തോളം അവരെ കെയർ ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതല്ല ചിന്തിക്കുന്നത്. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കയ്യില് സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്, കൈ മുറിച്ചാന്നാ പറഞ്ഞത്. എന്താണ് അതിന്റെ ആക്ച്വൽ സ്റ്റോറി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു കണ്ണാടി പോലും നോക്കാണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അതായത് ഒരു 8 വർഷത്തോളം ഈ അസുഖം കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റേജ് വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും വേദന,
പുറത്തിറങ്ങാൻ പറ്റിയില്ല, ഞാനൊരു മരണ വീട്ടിൽ പോകാറില്ല. ഈ അടുത്താണ് ഞാനിപ്പോൾ ഒരു മരണ വീട്ടിൽ പോയത്. അത്ര ക്ലോസ് ആയിട്ടുള്ള ഒരു മരിച്ചാൽ പോലും ഞാൻ അങ്ങനെ പോകാറൊന്നുമില്ല. എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ മടി, ഒരാളുടെ അടുത്ത് ഒരു കുറച്ച് ഡിസ്റ്റൻസിൽ കൂടുതൽ ഇങ്ങനെ നിൽക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടി. പറഞ്ഞ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായാലോ, എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അത്രയും ഡിപ്രഷനും ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെലൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ഇതിലെത്തി ഞാൻ. അപ്പോൾ ഒരുപാട് തെറാപ്പീസൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോഴുള്ള ഞാനായിട്ട് മാറിയത്. അപ്പോൾ ഭയങ്കര വേദന സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ചെയ്തു പോകും. ആ കൈ മുറിച്ച സമയത്ത് അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ വീട്ടില്? ഇല്ല. പിന്നെ ഇങ്ങനെ അത് ഞാനങ്ങനെ അത് ബ്ലേഡ് ഒന്നല്ല, മറ്റേ കുപ്പിവള ഉണ്ടല്ലോ, അത് നമുക്ക് ആ വേദനേനും ദേഷ്യത്തില് വേദന കുറെ സമയത്തൊക്കെ കഴിയുമ്പോ ദേഷ്യമൊക്കെ ആയിട്ട് മാറും. അങ്ങനെ അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു വേദന വരുമ്പോ ഈ വേദന ഇങ്ങോട്ടേക്ക്, പിന്നെ ശ്രദ്ധ മുഴുവൻ ഇങ്ങോട്ടേക്ക് വരുമല്ലോ. ആ വേദന സഹിക്കാൻ വയ്യാതെ കൈ മുറിച്ച കയ്യില് വേദന അപ്പൊ അതിലേക്ക് പോവല്ലോ. അങ്ങനത്തെ ഒരു ഒരാള് പെയിൻ കില്ലേഴ്സ് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ കില്ലർ ഇല്ലാണ്ട് എനിക്കൊരു ദിവസം പറ്റില്ല. അത് കുറച്ച് നാളിപ്പോ ശരിയായി വന്നായിരുന്നു, പക്ഷെ ഇപ്പൊ ആദ്യം അങ്ങനെ ആയി തുടങ്ങി. ഇപ്പൊ ഞാൻ 3-4 എണ്ണമൊക്കെ കഴിക്കുന്നുണ്ട്. ആദ്യം ഒരെണ്ണം കഴിക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കഴിച്ചു വരുമ്പോ ഒന്നില് പിന്നെ നിക്കില്ല. ആ ഒരു ഗുളിക നമ്മൾ ചിലപ്പോൾ ഒരു 2 എണ്ണം 3 എണ്ണം ഒക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് കുറയാം. ചിലപ്പോൾ അതെന്റെ തോന്നലാവാം, എനിക്കിപ്പോ ഇത് കഴിച്ച് ഇപ്പൊ 2 എണ്ണം കഴിക്കുമ്പോഴാണ് എനിക്ക് കുറയണേന്നുള്ളത്. അപ്പൊ വീട്ടിലെല്ലാരും പറയും കിഡ്നി എന്നാണോ അടിച്ചു പോടേന്ന് പറയാറുണ്ട്. ഇത്രയും നമ്മൾ ഒരു ദിവസം പെയിൻ കില്ലർ നമ്മുടെ ബോഡിക്ക് സൈഡ് എഫക്ട് ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും. എന്റെ ലിവർ ഓൾറെഡി ഡാമേജ് ആണ്. അതായത് ഹെപ്പറ്റോമെഗാലി എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും? സഹിക്കാൻ ഏതെങ്കിലും ഒരു ദിവസം ഓർമ്മയുണ്ട് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇനി ഇത് വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് ചില സമയത്തൊക്കെ അതായത് മരിച്ചു കളയാന്നൊക്കെ തോന്നാറുണ്ട്. സത്യം. അതിപ്പോ എന്റെ മോളുടെ കാര്യത്തിലൊന്നും എനിക്ക് ടെൻഷൻ ഇല്ല. ഇപ്പൊ എന്റെ മോൾക്ക് ഇപ്പൊ ഞാനില്ലെങ്കിലും എന്റെ വീട്ടുകാരെയും ഹസ്ബൻഡിന്റെ വീട്ടുകാരെയും അവളെ നോക്കിക്കോളും. അങ്ങനത്തെ അല്ലാതെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. ഇപ്പൊ അയ്യോ ഇനിയിപ്പോ മോളെ ഒറ്റപ്പെടും അങ്ങനത്തെ ഒരു ഇല്ല. അവൾക്കും അത് അവളെ അതുപോലെ കണ്ടറിഞ്ഞ് നിന്നോളൂ ഇവരുടെ അടുത്ത്. ഇത് മോക്കറിയാം, മോളെ ഇന്റർവ്യൂ കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ ഞാൻ പറയാറുണ്ട്, ഡയറക്റ്റും പറയാറുണ്ട്. എങ്ങനെ നിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ ഇന്ന് കിടന്നുറങ്ങി നാളെ ഞാൻ എനിക്കൊന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ. പക്ഷെ എനിക്ക് മരിച്ചാലോ എന്നൊക്കെ തോന്നിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. മെയിനായിട്ട് വേറെ മാനസിക പ്രശ്നങ്ങളല്ല, എനിക്ക് വേദനയുടെ പ്രശ്നം വരുമ്പോഴാണ്. വേദന ഇതിൽ ഭയങ്കര കൂടുതലാണ്. എനിക്കിപ്പോൾ ഈ ഒരു കണ്ടീഷൻ മാത്രമല്ല ഉള്ളത്, എനിക്ക് ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വേറെ ഒരുപാട് ഓട്ടോമ്യൂൺ കണ്ടീഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഫൈബ്രോമയാൽജിയ, IBS എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം കൂടെ വരുമ്പോ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഞാനൊന്ന് ബെറ്ററായി തുടങ്ങിയത്. അത് ഈ പറഞ്ഞ പോലെ സൈക്കോളജിസ്റ്റിന്റെ സൈക്കാട്രിസ്റ്റിന്റെ ഒക്കെ അവരുടെയും ട്രീറ്റ്മെന്റ് ഒപ്പം തന്നെ എടുത്തിട്ടാണ്. അതിപ്പോ എനിക്ക് മെസ്സേജ് അയക്കുന്നവരടുത്തായാലും ഞാൻ പറയാറുണ്ട്. അത് എന്നോട് ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ഫൈബ്രോമയാൽജിയ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്കിത് ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ പറയും ഒരു സൈക്കാട്രിസ്റ്റിനും കൂടെ കാണാൻ പറയും. കാരണം നമുക്കത് ആവശ്യമാണ്. നമ്മളെ മെന്റലി ഒരുപാട് നമ്മളത് ബാധിക്കും. ഈ ഒരു അസുഖം വന്ന സമയത്ത് പെയിൻ കൊണ്ടാണോ എന്നുള്ളത് ഞാൻ കണ്ടതാണ് ഒരു കമന്റ്. ഭയങ്കര നമുക്ക് ഡിപ്രഷൻ ആൻസൈറ്റിയിലോട്ടൊക്കെ പോകുമെന്ന് ഞാൻ കേട്ടായിരുന്നു. മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ദേഷ്യമാണോ അല്ലെങ്കിൽ വിഷമമാണോ, എന്താണ് ഏറ്റവും കൂടുതൽ? എല്ലാം വരും. നമുക്ക് വല്ലാത്തൊരവസ്ഥയാണത്. അതിപ്പോ ഈ കണ്ടീഷനുള്ള എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കേണ്ട വരുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ അടുത്തിരിക്കാൻ. ഇപ്പൊ ഇന്നാളൊരു കുട്ടി മെസ്സേജ് അയച്ചത്, സ്കൂളിൽ പഠിക്കാൻ അവള് +2 കണ്ട പഠിക്കണേ, ഫ്രണ്ട്സ് ഒന്നും അടുത്തിരിക്കില്ല, ഇങ്ങനെ എന്തോ നിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ സ്മെല്ല് വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സ്കൂളിൽ പഠിക്കുന്ന ഇപ്പൊ ഒരു 7 ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനുണ്ട്, അവന് 7 സർജറി കഴിഞ്ഞതാ. അവൻ്റെ അമ്മ എനിക്ക് എല്ലാ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞ ഈശ്വര, എനിക്കപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഇത്ര ഭാഗ്യവതിയാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം പല ഭാഗങ്ങളിൽ ഒരു സ്ഥലത്ത് തന്നെയല്ല, അവൻ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് പാർട്ടിലടക്കം ഉള്ളത് അയച്ചു തന്ന ഒരു കുഞ്ഞാണ്. അവൻ പറയാം അമ്മ മരിച്ചാൽ മതി എന്ന് ചോദിക്കാന്ന് പറയുമ്പോൾ ആ അമ്മ കരഞ്ഞിട്ടാണ് അത് പറഞ്ഞത്. ഇതിന് ആക്ച്വൽ ട്രീറ്റ്മെന്റ് സത്യം പറഞ്ഞ ഇന്ത്യയിൽ ഇല്ലേ? ഇതിൽ ഏറ്റവും പീക്ക് സ്റ്റേജിൽ കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ ഞാൻ എടുത്തോണ്ടിരിക്കുന്നത്, ബയോളജിക്സ് എന്ന് പറയുന്നത്. പിന്നെ എനിക്കറിയില്ല, ആയുർവേദത്തിലും ഹോമിയോയിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാത്തിലും ഉണ്ട്, അലോപ്പതിയിലായാലും ഉണ്ട്. പക്ഷെ ഇത് കൺട്രോളിലാവാനുള്ളതേ ഉള്ളൂ. ഇപ്പൊ ആയുർവേദ ആയാലും ഹോമിയോക്കാരാണ് കൂടുതലായിട്ട് പറയാ, അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറും എന്ന് പറയണവരുണ്ട്. ചിലര് കാര്യമായിട്ട് തന്നെ പറയും ഇത് കൺട്രോൾ ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടാന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. പക്ഷെ ശരിക്കും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനേ
ഉള്ളൂ. ഇപ്പൊ ഇൻസ്റ്റയിൽ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ നമ്മുടെ ഇതുപോലത്തെ ഒരു ക്ലിനിക് ഉണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഹോസ്പിറ്റൽ ഉണ്ടോ ട്രൈ ചെയ്ത് വരാറ്. അങ്ങനെ അത് എനിക്ക് ആയുർവേദ ഹോമിയാണ് കൂടുതലായിട്ട് വരാറുള്ളത്. ട്രൈ ചെയ്തായിരുന്നു? ഇല്ല, ഞാൻ ഓൾറെഡി പനീത്തി ആയുർവേദം ആയതുകൊണ്ട് തന്നെ അവളുടെ കെയർ ഓഫിലൊക്കെ കുറെ ആയുർവേദം ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളതാണ്. പിന്നെ എനിക്കതൊന്നും വർക്കായിട്ടില്ല. എനിക്ക് ഇപ്പോഴാണ് കുറച്ചെങ്കിലൊക്കെ ഈ ബയോളജിക്സിൽ കുറച്ച് എനിക്ക് വിശ്വാസം ഉണ്ട്, കുറച്ചെങ്കിലും എനിക്ക് ബെറ്റർ ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ എൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ കുറേ വിഷമിക്കുന്നവരുണ്ട്, ഇപ്പോൾ വീഡിയോസ് കാണുന്നവരായാലും. പക്ഷെ എൻ്റെ ഈ ഒരു അവസ്ഥ മുമ്പത്തെ വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോൾ ഇത് സ്വർഗ്ഗമാണ് സത്യം പറഞ്ഞാൽ. എപ്പോഴാണ് ഈ വീഡിയോ ഇടാൻ തോന്നിയത്? അത് ഈ അണ്ടർ ആംസിന്റെ ആയാലും പഴുപ്പുരുന്നൊക്കെ വീഡിയോ എടുത്ത് ഇടാൻ എപ്പോഴാണ് അങ്ങനെ? ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ഡ്രസ്സിങ്ങിന്റെ ഒരു വീഡിയോ ഇട്ടതായിരുന്നു. അപ്പൊ ആ വീഡിയോ ഇട്ടപ്പോൾ കുറേ മെസ്സേജുകൾ വന്നു എനിക്ക്. ചേച്ചി എനിക്ക് ഇങ്ങനെ കണ്ടീഷൻ ഉണ്ട്, കൂടുതലായിട്ട് അറിയണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജസ് വന്നതിന് ശേഷമാണ് പിന്നീട് ഞാൻ ഇതിന്റെ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അറിയണം എന്നെ പോലെ തന്നെ ഉള്ളവർ ഒരുപാടുണ്ട്, എന്നെക്കാളും കൂടുതലുള്ളവരുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഈ നമ്മുടെ ഫാമിലീസ് ഒക്കെ നമുക്ക് ഭയങ്കര സ്നേഹവും കെയർക്കുന്നത്, എന്നാലും പുറത്തു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടോ റിലേറ്റീവ്സോ ഇതിനെ പറ്റി എന്തെങ്കിലും ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും അങ്ങനെ ആൾക്കാരുണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ആരുമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്നതിന് മുൻപേ ഇപ്പൊ ഈ വീഡിയോയിൽ വരുന്ന കമന്റ്സ് ഉണ്ടല്ലോ, അതിനും കൂടുതൽ അതിനേക്കാളും മോശമായ രീതിയിലുള്ളതൊക്കെ ഓരോന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളോട് ചിലരിങ്ങനെ ഡയറക്റ്റ് ചിരിച്ച് തമാശ പറയണ പോലെ പറയും. ഇതുപോലെ തന്നെ എവിടെ തൊട്ടാലും പഴുപ്പാണ്, ഹസ്ബൻഡ് എങ്ങനെയാണ് ഇങ്ങനെ, അയ്യോ അവന് വേറെ ഇതൊക്കെ വരില്ലേ, ഇപ്പോൾ ഇനി അവൻ വേറെയൊക്കെ ഇതിലേക്ക് പോയാൽ അവന് വേറെ കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? റിലേറ്റീവ്സ് ആണോ? അവരല്ലേ ചോദിക്കട്ടോ. അല്ല, പറയാൻ പറ്റില്ല ഇങ്ങനെ, ഇപ്പോഴത്തെ അവൻ ചെറുപ്പല്ലേ. അവര് തമാശയായിട്ട് പറയുന്നത്. ആക്ച്വലി നമുക്ക് ഈ തമാശക്ക് പറയുമ്പോൾ നമുക്കത് എനിക്ക് ഫീൽ ആവും, പക്ഷെ ഞാനത് പുറത്ത് കാണിക്കാറില്ല. അങ്ങനെ കുറെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴൊക്കെ കമന്റ്സിലൊക്കെ വരുന്നത് എനിക്ക് അത് കാരണം വലിയതായിട്ടൊന്നും തോന്നാറില്ല. എന്നാലും നമുക്ക് മനസ്സിലൊരു മറുപടി ആണല്ലോ, ആ ഒരു മറുപടി എന്താണെന്ന് ചോദിക്കുന്നത്. നമുക്കിപ്പോ ഒരു റിലേറ്റീവ്സ് വന്നിട്ട് തമാശക്കായാലും നമ്മുടെ ഒരു ബോഡി ഷെയ്മിങ്ങോ കുറെ നമുക്ക് ഇങ്ങനത്തെ കുറെ ബന്ധുക്കളുണ്ട്, ആവശ്യമില്ലാത്ത കുറെ കീടനാശിനികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. വീട്ടുകാരില്ലെങ്കിൽ ബന്ധുക്കൾ വന്നിട്ട് മൂക്ക് കല്യാണം ആയാലും മൂക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുട്ടിയായാലും അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കുറെ കീടനാശിനികൾ. അപ്പൊ നമുക്ക് മനസ്സിലൊരു സംഭവമാണ്, മനസ്സിൽ നല്ലോണം വരും, പക്ഷെ പുറത്തേക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്കുണ്ട് അങ്ങനെ കുറെ ബന്ധുക്കളൊക്കെ തോന്നും, പക്ഷെ നമ്മളതിങ്ങനെ അടക്കി വെക്കും. പക്ഷെ ഇത്രയും പറയുന്നത് നമുക്ക് അവരെ ബന്ധുക്കളെന്ന് പോലും ഇപ്പൊ ഞാൻ പറ്റേ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ നമുക്ക് എങ്ങനെ അത് ഫാമിലി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം? ഹസ്ബൻഡ് വേറെ പോകുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ ഭയങ്കര ചോദിക്കുന്ന. അപ്പൊ ഹസ്ബൻഡ് എന്തെങ്കിലും ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ ആരുടെങ്കിലും? ഇല്ല, ചേട്ടന്റെ അടുത്ത് പറയത്തില്ല. പറഞ്ഞാൽ അവർക്ക് അറിയാന്നറിയാം. ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ റിലേറ്റീവ്സ് എന്നോട് ഇങ്ങനെ അങ്ങനെ പറയുന്നവരുണ്ടെന്നൊക്കെ പറയാം. പറയണവര് പറഞ്ഞോട്ടെ, അതൊന്നും നോക്കാൻ പോണ്ടെന്ന് പറയട്ടെ. അപ്പൊ ഈ ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ഇതുപോലെ എവിടെയെങ്കിലും ഫംഗ്ഷൻ പോകുമ്പോഴും അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അപ്പോഴത്തേലും തന്നെ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോക്കില്ല. എനിക്ക് ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ പറയലുണ്ടായിട്ടില്ല. എനിക്ക് കൂടുതലും കേട്ടിട്ടുള്ളത് ഇങ്ങനെ ഈ അകന്ന ബന്ധുക്കളിൽ അത്ര ക്ലോസ് ആയിട്ടുള്ള ബന്ധുക്കാരല്ല. ഏറ്റവും ഹേർട്ട്ഫുൾ ആയ വേർഡ് അപ്പൊ ഇതാണ്. മെയിൻ ആയിട്ട് അവര് പിടിക്കുക ഹസ്ബൻഡിനെ. പിന്നെ ഇങ്ങനെ നമ്മളങ്ങനെ അറപ്പ് തോന്നുന്നതിൽ എങ്ങനെയാണ്, അയ്യോ വീട്ടിലുള്ളവർക്ക് എങ്ങനെയാ ഭക്ഷണം, അവർക്കൊക്കെ എങ്ങനെ ഭക്ഷണം കഴിക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ? മെയിൻ ഹസ്ബൻഡിനാണ് മെയിൻ. ഭക്ഷണം കൈകൊണ്ടല്ലേ കഴിക്കുന്നത്? അതെനിക്കറിയാൻ പാടില്ല. അങ്ങനെയാണ് മെയിൻ പിടുത്തം വരാറ്, അവിടെയാണ് മെയിൻ ആയിട്ട്. പിന്നെ ഇപ്പൊ വീഡിയോയിലായാലും അതാണ് മെയിൻ. ഈ ഫേക്ക് ഐഡീസ് എന്നൊക്കെ വരുമ്പോ എനിക്ക് തോന്നാറുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, കറക്റ്റ് അസ്ഥാനത്താണ് ഇത് കൊള്ളുകയല്ല. ആരും റിയൽ അക്കൗണ്ടിൽ നിന്ന് ഇടുന്നില്ല, എല്ലാരും ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന്. അത്രയ്ക്ക് എങ്ങനെ മോശമായിട്ട് സത്യം പറഞ്ഞ പല കോമന്റ്സും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, എന്ത് തരം ചീപ്പ് ആൾക്കാരാണ് ഈ കോമന്റ്സ് ഇടുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു ഡ്രസ്സിങ്ങിന്റെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാം, അവരെ ഫേക്ക്. പക്ഷെ ഒരാളുടെ അസുഖം പറഞ്ഞിടുന്ന സമയത്ത് എന്തിനു ഈ ഭർത്താവിനും പറയുന്ന അവരുടെ മാനസികാവസ്ഥ നോക്കുന്നില്ല. എനിക്ക് സത്യം പറയാം കമന്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അതാ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത്. എന്ത് മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ. ഇത് ഇവിടെ ഇന്ത്യയിൽ മാത്രമാണെന്ന് തോന്നുന്നു, പുറം രാജ്യത്ത് ആർക്കൊന്നും ഇല്ലേടാ. എന്റെ ഒരു എനിക്ക് തോന്നുന്നു അതാ എവിടെയായിരുന്നു, ബ്രസീലില് ഒരു കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർ HS ഉള്ളവരുടെ നമ്മുടെ ഇവിടെ പോലെ ഒന്നുമില്ല, അവർക്ക് ഒരു കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ വേറെ കൺട്രീസിലൊക്കെ ഉണ്ട്. അപ്പൊ അവര് ഇതേപോലെ തന്നെ എന്റെ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ കിടപ്പുണ്ട് ആ വീഡിയോ. അപ്പൊ ഞാൻ ആ പുള്ളിക്കാരിയുടെ അടുത്ത് ചോദിക്കും വല്ല നെഗറ്റീവ് കമന്റ്സ് വന്നോ. അപ്പൊ അവര് പറയേ
ഫുൾ സപ്പോർട്ട് ചെയ്ത്. അവിടെ നിന്നൊന്നും ഒരു നെഗറ്റീവ് കമന്റ് നമുക്ക് കിട്ടില്ല. ഇത് കേരളമല്ലേ, ഇവിടെ കുറച്ച് തൊട്ടികൾക്ക് കേരളത്തിലെ ആൾക്കാർക്ക് നന്നായാലും പ്രശ്നമാണ്, പ്രശ്നം വന്നാലും പ്രശ്നം. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന വേറെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ അവര് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അത് ഞാൻ യോജിക്കുന്നു. സത്യം, പുറം രാജ്യക്കാർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോ അവരെ കമന്റ്സ് ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, നല്ലത് വരും, അങ്ങനെ ഇവിടെ വരും, നിന്റെ ഭർത്താവിനെ നിനക്ക് ഇട്ടിട്ട് പൊക്കൂടെ, നിന്റെ ഭർത്താവിന് എനിക്ക് ആ ഒരു സ്റ്റേജ് മെന്റാലിറ്റി ഏറ്റവും കൂടുതൽ വിഷമുള്ള കുറെ ആൾക്കാർ, എല്ലാരും അല്ല കേട്ടോ, ഇപ്പൊ എന്റെ മെജോറിറ്റി പ്രത്യേകിച്ച് റിലേറ്റീവ്സ് ഒക്കെ നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഓക്കെ, ഹസ്ബൻഡ് അപ്പോ എന്ത് ചെയ്യുന്നു പുള്ളിക്കാരൻ? ഹസ്ബൻഡിന് ഡ്രസ്സിന്റെ ഈ വർക്കാണ്, വർക്കൊക്കെയാണ്. പുള്ളിക്കാരന് എപ്പോഴെങ്കിലും ഇങ്ങനെ നമ്മള് ഇത് പഴുപ്പ് വരുന്ന സമയത്ത് രാവിലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പുള്ളി ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഇതിനെയൊക്കെ പറ്റി? ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ എന്തോ ഒരു വീഡിയോ ഞാൻ കണ്ടു, ഹസ്ബൻഡ് ആണ് എനിക്ക് എന്തോ എടുത്തതെന്നോ അങ്ങനെ എന്തോ ഒരു വീഡിയോ ഇട്ടു. ഞാനിങ്ങനെ വേദന എടുത്ത് നിന്ന് കരഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ആ സൊല്യൂഷൻ ഒക്കെ അവിടെ ആവുമ്പോ നല്ല നീറ്റിൽ വരും. അപ്പൊ ഇങ്ങനെ അപ്പോഴാണ് ഈ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പറന്നിങ്ങനെ വരും. അപ്പൊ ആ സമയത്ത് ഇതുപോലെ തന്നെ അപ്പൊ ഇവര് ചേട്ടനും ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെ ചിരിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇവരപ്പൊ ചെയ്യാം. അപ്പൊ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പൊ അങ്ങനെയാണ് ഹസ്ബൻഡ് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത്. ഹസ്ബൻഡ് കെയർ ചെയ്യുന്നതാണ് ആർക്കും ഇഷ്ടപ്പെടാത്തത് മെയിൻ ആയിട്ട്. ഹസ്ബൻഡ് എന്തോ കല്യാണ ആലോചനയൊക്കെ വന്നത് നേരത്തെ ഇന്റർവ്യൂവിന് മുമ്പിനോട് പറഞ്ഞു. ഹസ്ബൻഡ് കല്യാണ ആലോചന ഇപ്പൊ എന്നെ കണ്ട തള്ളയുടെ പോലെ ഉണ്ട്, ഹസ്ബൻഡിനെ കണ്ട ചെറുപ്പം പോലെയാണ്. അപ്പൊ അത് തന്നെ ഹസ്ബൻഡിന് കല്യാണാലോചനകൾ ഇങ്ങനെ. ഹസ്ബൻഡിനെ കാണാൻ ചെറുപ്പം പോലെയാണ്, അതുകൊണ്ട്. പക്ഷെ 5ാം ക്ലാസ് മോളുണ്ട്. അങ്ങനെ ആരെങ്കിലും ചേട്ടന്റെ DMs വന്നിട്ടുണ്ടോ കല്യാണം വേറെ കഴിച്ചുകൂടെയെന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? ഇല്ല, എനിക്കൊരു കമന്റ് ആണ് അങ്ങനെ വന്നത്. മിക്കതും വരാറുണ്ട് ഇങ്ങനെ, ഹസ്ബൻഡിന് വേറെ കല്യാണം കഴിച്ചുകൂടെ, ചെറുപ്പമാണല്ലോ, കണ്ട പ്രായം തോന്നൂലല്ലോ. ചേട്ടന് 36, 37 വയസ്സുണ്ട്, എനിക്ക് 30 വയസ്സ്. പക്ഷെ എന്നെ കണ്ട പറയൂല, അമ്മയെന്ന് തോന്നുന്നു, ചേച്ചിയാന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. നമ്മളൊന്ന് പ്രസവിച്ചത്. അതെ അതെ അതെ, വുമൺ ഹ്യൂമൻ, എല്ലാവരുടെയും വിചാരം കല്യാണം കഴിഞ്ഞാലും പെൺകുട്ടികൾ എപ്പോഴും യങ് ആയിട്ട് നിൽക്കണമെന്ന്. പക്ഷെ അവരാരും ആലോചിക്കില്ല, ഒന്ന് പ്രസവിച്ചാണ്, 2 പ്രസവിച്ചാണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ബോഡി ചേഞ്ച് വരും. ഇങ്ങനെ വേണം ഒരു പെണ്ണിരിക്കാനെന്ന്, നമ്മൾ ജീവിതത്തിൽ മുഴുക്കെ ഇങ്ങനെ വേണം ഒരു പെണ്ണിരിക്കാന്ന് തിങ്ക് ചെയ്യുന്ന കുറെ ആണുങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ആക്ച്വലി ഉണ്ട്. അപ്പം അവർക്ക് നമുക്കൊന്നും മൈൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ലവ് സ്റ്റോറി? ആക്ച്വലി ലവ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ചൊന്നുമില്ല, ഇഷ്ടപ്പെട്ടു, വീട്ടിലെല്ലാത്തും ഓക്കെ. അങ്ങനെ എത്ര നാളായി ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം 2014 15 മോളുണ്ടായി. പിന്നെ ഞാൻ പഠിക്കാൻ ആദ്യം പോയി, പിന്നെ ഒരു ഫസ്റ്റ് ഇയർ പകുതിയൊക്കെ ആയപ്പോഴേക്കും ആണ് ഇത് തുടങ്ങുന്നത്. ഒത്തിരി മേക്കപ്പ് വീഡിയോസ് ഒക്കെ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ അപ്പൊ ആഗ്രഹമുണ്ടോ? ഞാൻ ഈ കോവിഡിന്റെ സമയത്തൊക്കെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അങ്ങനത്തെ പരിപാടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്ന കാര്യം ഭയങ്കര താല്പര്യം. അപ്പൊ അങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ ഓൺലൈനായിട്ടായിരുന്നല്ലോ ആ സമയത്ത് എല്ലാം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ചെന്നൈയിലൊക്കെ ഉള്ള കുറെ ആർട്ടിസ്റ്റുകളുടെ ഈ ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ആർട്ടിസ്റ്റായി അങ്ങനെ ചെയ്യണം എന്നുള്ള പരിപാടി. ഒരു ഡ്രീമാണ്. എന്തായാലും കുറച്ച് കണ്ടിന്യൂ ചെയ്യാമല്ലോ. അതെ അതെ അതെ, അതൊക്കെ ഒന്ന് ഹെൽത്ത് ഒക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വേണം. കാരണം ഇപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്യാനൊക്കെ ആയാലും നമുക്ക് അതിനുള്ള ഒരു ഹെൽത്ത് വേണമല്ലോ മെയിൻ ആയിട്ട്. നമ്മൾ ഈ സംഭവം വരുന്ന സമയത്ത് വീട്ടിൽ നമുക്ക് അധികം അങ്ങനെ ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്, പുറത്തു പോകാനൊക്കെ. ഞാൻ ആ കൂടെ ഫുഡ് മാത്രം ഉണ്ടാക്കാൻ, അതായത് കറിയൊക്കെ വെക്കുക, അങ്ങനത്തെ പരിപാടി മാത്രം. എനിക്കിങ്ങനെ ഡ്രസ്സ് കലക്കുക, അടിച്ചു വാരുക, അങ്ങനത്തെ ദേഹം അനങ്ങിയിട്ടുള്ള വലിയ പണിയൊന്നും പറ്റൂല. അതായത് നമ്മുടെ ഈ മെയിൻ ആയിട്ട് ഫുൾ ജോയിന്റ്സിലും ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കും, മസിൽസിന് ഇൻഫ്ലമേഷൻ ഉണ്ട്. മസിൽസിൽ വരണ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് അപ്പൊ നമുക്ക് ഭയങ്കര വേദനയായിരിക്കും, അനങ്ങാൻ പറ്റൂല, അനങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ അന്നത്തെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റൂല. പുറത്ത് പോകുമ്പോ എവിടെയെങ്കിലും അങ്ങനെ പുറത്തു പോയ സമയത്ത് അങ്ങനത്തെ ഒരു ഹെവി പെയിൻ അങ്ങനെ വന്നിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ പെയിൻ കില്ലർ ഒക്കെ എടുത്തിട്ടൊക്കെ അങ്ങനെ പോയി. അപ്പം ഒത്തിരി പെയിൻ കില്ലേഴ്സ് എടുക്കുന്നുണ്ട്. അതിന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇത്രയും പെയിൻ കില്ലേഴ്സ് എടുക്കരുതെന്ന്. ഞാൻ പറയും, ഇപ്പൊ പുതിയതായിട്ടൊരു ഡോക്ടറെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ പറയും ഇങ്ങനെ ലിവറിന്റെ പ്രശ്നമാണ് മെയിനായിട്ട് എടുത്ത് പറയണ്ടേ. അപ്പൊ അവര് പറയും, പക്ഷെ നമുക്ക് വേറെ നിവർത്തിയില്ലാണ്ടാവുമ്പോ അവര് നമ്മുടെ റിസ്കിൽ തരും. ഹസ്ബൻഡ് അമ്മയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എല്ലാരും നല്ല. എല്ലാവരും ഹസ്ബൻഡിന്റെ വീട്ടിലുള്ളവരായാലും ഇപ്പൊ അമ്മായിമാരൊക്കെയാണ് ഉള്ളത്, അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു അസുഖം നമുക്കിങ്ങനെ സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ലക്ഷണങ്ങൾ വരുമല്ലോ. ഇപ്പൊ പല ആൾക്കാർക്ക് ഇതിനെ പറ്റി അറിയത്തില്ലായിരിക്കും, അവർക്ക് ഈ ലക്ഷണം ഉണ്ടോ. അപ്പം സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു സിംറ്റംസ് എന്തായിരിക്കും? അതായത് മെയിൻ ആയിട്ട് ഈ തടിപ്പ് വരിക എന്നുള്ളതാണ് മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. നെക്കിലല്ല, ഇപ്പൊ നമുക്ക് എനിക്ക് നെക്കിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ചിലർക്ക് ഇങ്ങനെ അണ്ടർആംസിലായിരിക്കും വരിക, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലീവേജിലായിരിക്കും, ബ്രസ്റ്റിന് താഴെ വരാം,
പിന്നെ നമ്മുടെ പാൻറ്റി ലൈൻ ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഗ്രോയിൻ ഏരിയയിലൊക്കെ വരാം. ഇങ്ങനത്തെ ഭാഗങ്ങളിലാണ് മെയിൻ ആയിട്ട് ഇത് കാണുന്നത്. പിന്നെ കുരുവായിട്ടാണോ സ്റ്റാർട്ടിങ്? അതായത് ചിലപ്പോൾ പുറത്തേക്കൊരു ഇങ്ങനെ പിമ്പിള് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, പക്ഷെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു സിസ്റ്റ് പോലെയൊക്കെ ഉണ്ടാവും, ഇങ്ങനെ കട്ടിയില് നമ്മളൊരു ലംബ് പോലെ എന്നൊക്കെ പറയൂല, ഇങ്ങനെ കട്ടിയുള്ള സോളിഡ് ആയിട്ടുള്ള ഒരു സംഭവം. അങ്ങനെ ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഇപ്പൊ ചിലർക്ക് ഇങ്ങനെ ഒരു ആക്നെ പോലെയൊക്കെ വരുന്നുണ്ടാവും, പക്ഷെ അതിങ്ങനെ പൊട്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ളിലേക്ക് വലിയൊരു ഇങ്ങനെ കുഴി പോലെയാവും അതിങ്ങനെ. പിന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഡ്രെയിൻ ആവാം. അപ്പൊ അതിനർത്ഥം ഉള്ളിലേക്ക് ഇങ്ങനെ ടണൽ ഫോർമേഷൻ ഒക്കെ ആവാന്ന് പറയാം. ശേഷമാണ് ബ്ലഡ് വരുന്നത്. പഴുപ്പും ബ്ലഡൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ ഡ്രെയിൻ ആവും. എത്രത്തോളം ഒരു ബ്ലഡും പഴുപ്പും ഒരു സ്ഥലത്ത് നമ്മളപ്പോ എത്ര കോട്ടൺ ആക്ച്വലി യൂസ് ചെയ്യുന്നത്? അതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നനഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടല്ലേ, അപ്പൊ ചേഞ്ച് ചെയ്യും. അപ്പൊ ഓരോ ദിവസം ഇങ്ങനെ ഡ്രസ്സ് അപ്പൊ മാറ്റിക്കൊണ്ടിരിക്കും? ഡ്രസ്സിങ് ഉള്ള സമയത്ത് മാറ്റും. അപ്പൊ ഒരു ദിവസം എത്ര ഡ്രസ്സ് ആയിരിക്കും അപ്പൊ അതിന് വേണ്ടി? അത് അതിന്റെ ഒരു ഇതനുസരിച്ചിരിക്കും, വരുന്നതിന്റെ ഒരു ഫ്ലോ അനുസരിച്ചിരിക്കും. എന്നാലും ചില സമയത്തൊക്കെ 12 തവണയൊക്കെ മാറാറുണ്ട്. ചിലപ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടൊക്കെ മാറേണ്ട വരാറുണ്ട്. അത് നമ്മൾ ഈ ഗോസ് ആണല്ലോ വെക്കുന്നത്. കുളിക്കുന്ന സമയത്ത് ഊരി അതിനുള്ള വൂണ്ട് ക്ലെൻസർ ഒക്കെ ഉണ്ട്. അതെനിക്ക് CMC-ന്ന് കിട്ടിയതാണ്. എന്റെ ലാസ്റ്റ് ഡയഗ്നോസിസ് ഒക്കെ CMC-ലായിരുന്നു, വലിയൊരു. അപ്പൊ ആ ക്ലെൻസർ വെച്ചിട്ടാണ് അവിടെ നമ്മൾ വൃത്തിയാക്കുക. അതല്ലെങ്കിൽ പിന്നെ സെറ്റഫിലിന്റെ സോപ്പാണ് യൂസ് ചെയ്യണത്. അപ്പോ നല്ലോണം ക്ലീൻ ചെയ്യണം അവിടെ. ചിലര് പറയും വൃത്തിയില്ലാണ്ട് വരുന്ന, ചിലർക്ക് അങ്ങനെ പൊതുവേ ധാരണ. നാളെ എനിക്ക് ആരും കൂടെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കക്ഷത്തിൽ കുരു വരുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിലും ഞാൻ കുറെ കമന്റ്സ് കണ്ടു. ഇങ്ങനെ വേറൊരാളിട്ട പോസ്റ്റാണ് കേട്ടാ. അപ്പൊ ഇങ്ങനെ കുറെ പേര് അതിങ്ങനെ കുളിക്കാണ്ട് മര്യാദയ്ക്ക് കുളിച്ചാൽ മതി അപ്പൊ അത് വരില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ പേരൊക്കെ ഇട്ടാണ് കണ്ടു. എനിക്കൊരു കുട്ടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിലർക്ക് അങ്ങനെ വിചാരമുണ്ട്, കുളിക്കണില്ല, ഹൈജീൻ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും അതൊന്നും അല്ല. അത് ശരിക്കും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ ആക്റ്റീവ് ആകുമ്പോഴുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പൊ ഈ കണ്ടീഷൻ മെയിനായിട്ട് ഈ സ്വെറ്റ് ഗ്ലാൻസിനെയാണ് ബാധിക്കുക. നമുക്ക് എവിടേക്കാണോ ഹെയർ ഫോളിക്കിൾസ് ഉള്ളത് അവിടേക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് ഇങ്ങനെ ഈ എന്താ പറയുക, ലംസ് ഒക്കെ അവിടെ ഉണ്ടാവണത് അങ്ങനെയാണ്. ഇപ്പൊ മോക്കൊരു 10 വയസ്സുണ്ട്, പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ആ ഒരു ഏജിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ മോള് ചോദിക്കുക അമ്മ ഇത് എന്താ, മോളിങ്ങനെ എല്ലാം ചോദിക്കാറുണ്ടോ? ആദ്യമൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പൊ ആൾക്ക് നല്ല ശീലമാണ്, എന്താ മനസ്സിലായി, പ്രശ്നമില്ല. എന്തുകൊണ്ടാ ഇങ്ങനെ വന്നപ്പോ മോള് ഹെൽപ്പ് ചെയ്യാറുണ്ടോ അമ്മ? അവള് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇന്റർവ്യൂ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം വെച്ചാൽ ഒത്തിരി നമ്മളെ ഇൻഫ്ലുവൻസിന് എടുത്തിട്ടുണ്ടെങ്കിലും ഇത് എന്താണെന്ന് എനിക്ക് ആക്ച്വലി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് പറയണം, ഒരു ഇന്ററാക്ഷൻ വേണം എന്നുള്ള കാര്യം എനിക്കുണ്ട്. മെയിൻലി എനിക്ക് കോമന്റ്സ് കണ്ടപ്പോഴാണ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയത്. പക്ഷെ എപ്പോഴെങ്കിലും അങ്ങനെ നിർത്താൻ തോന്നിയിട്ടുണ്ടോ വീഡിയോസ് എനിക്ക് ഇങ്ങനത്തെ കോമന്റ്സ് വരുന്ന സമയത്ത്? ഇല്ല. അതാണ് ആ ഒരു പവർ കണ്ടോ, പറയുന്നവർക്ക് ആ കമന്റ് എടുത്ത്. ചിലര് ചിന്തിക്കണ്ടാവാ, അതായത് ഇപ്പൊ ചിലപ്പോ മിക്കവരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. കുറച്ച് പേരൊക്കെ കമന്റ് കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോഴത്തേനും ഒന്നില്ലെങ്കിൽ ഇട്ടൊരു കമന്റ് ഡിലീറ്റ് ചെയ്യും, 1-2 പേരുടെ കമന്റ് ഒക്കെ തിരിച്ച് റിപ്ലൈ കിട്ടി കഴിയുമ്പോൾ ഇട്ടൊരു തന്നെ കമന്റ് ഡിലീറ്റ് ചെയ്യും. പക്ഷെ ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട്. അതായത് എനിക്ക് ഇതിന് എന്തെങ്കിലും പറയണമെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാത്തിനൊന്നും ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാറില്ല. ഇപ്പൊ എന്റെ ചില വീഡിയോസ് ഒക്കെ എടുത്ത് അതിലൊക്കെ ഇപ്പോഴും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കിടക്കുന്നതാണ്. പക്ഷേ അതെ, മെയിൻ ആയിട്ട് ഈ ഹസ്ബൻഡിനെ പിടിക്കുക, കൊച്ചിനെ പിടിക്കുക, അങ്ങനത്തെ പ്രശ്നമൊക്കെ വരുമ്പോൾ എനിക്ക് വല്ലാണ്ട് ട്രിഗർ ആവും. അപ്പൊ ഞാൻ എന്തെങ്കിലും അപ്പൊ തന്നെ ഞാൻ കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിലേക്ക് ഇടും. അങ്ങനെയാണ് മിക്കതും ചെയ്യാറ്. അപ്പൊ ചിലര് ചോദിക്കും, അയ്യോ ഇതിപ്പോ എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരും കാണാത്തൊരു സാധനം ഞാൻ എല്ലാവരും കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കത് കാണുന്നത് കൊണ്ട് പ്രശ്നമില്ലാത്തതുകൊണ്ടാണ്. അതായത് ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. അവരെന്തായാലും ആ വീഡിയോ കാണും, അത് ഉറപ്പാണ്. അപ്പൊ അവര് കണ്ട് ആസ്വദിക്കട്ടെ ഞാൻ വിചാരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് ചേച്ചി വീഡിയോയിലുള്ള കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഒരുപാട് പേരെ ഇപ്പൊ കാണാറുണ്ട്. ഒരുപാട് പേര് വന്ന് ഷെയ്ക്ക് ഹാൻഡ് തരാറുണ്ട്, അതുപോലെ തന്നെ കെട്ടിപ്പിടിക്കാറുണ്ട്. അവർക്കൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കുള്ളൂ എപ്പോഴും, പക്ഷെ അവരതൊന്നും മൈൻഡ് ആക്കാറില്ല. പിന്നെ ഞാൻ ഒരു ഇൻട്രോവേർട്ട് ആണ്, അതുകൊണ്ട് അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ആ വീഡിയോയിലൊക്കെ ഇൻട്രോവേർട്ട് എല്ലാ വീഡിയോയിലും നല്ല രീതിയിലാണ് കേട്ടോ. ഞാൻ നല്ല രസമുണ്ട് വോയിസ് ഒക്കെ കേൾക്കാനായിട്ട്, ഓൺ വോയിസ്. പക്ഷെ എനിക്ക് കംഫർട്ട് ആവുന്നിടത്ത് മാത്രമേ ഞാൻ അങ്ങനെ അല്ലാത്തടത്ത് ഞാൻ അനിയത്തോടൊക്കെ ചോദിച്ചറിയാം. അവളാണ് പിന്നെയും കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ. ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ട്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതും കൂടെ ആയപ്പോ പിന്നെ എനിക്ക് അങ്ങനെ കണ്ടാലും ഞാൻ ഭയങ്കര കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ എനിക്ക് ഇപ്പോ പോണം എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുക. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു വിഷമം തോന്നുന്നു, അയ്യോ അവരങ്ങനെ വർത്താനം പറയാൻ നിന്നിട്ടും ഞാൻ സംസാരിക്കാൻ നിന്നില്ലല്ലോ എന്നൊരു വിഷമം എനിക്ക് തോന്നും. അവരെന്ത് വിചാരിച്ചാവോ എന്ന് തോന്നാറുണ്ട്.
പക്ഷെ അപ്പോഴത്തെ സമയത്ത് അങ്ങനെ എനിക്ക് തോന്നാം. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ചേച്ചിക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാം ഓക്കെ ആയിട്ട് സർവൈവ് ആയിട്ട് ഇനിയും നമ്മൾ എന്തായാലും ഒരുമിച്ച് കാണും, എനിക്കത് ഉറപ്പാണ്. അപ്പൊ ഇനിയും ചേച്ചി വീഡിയോസ് ഇടുക, നെഗറ്റീവ് കമന്റ് ഒന്നും മൈൻഡ് ചെയ്യണ്ട. എല്ലാവരും കുറെ ആൾക്കാർ സപ്പോർട്ടിനുണ്ട്. 2-3 ആൾക്കാർ എനിക്കെന്തെങ്കിലും ബന്ധുക്കളായിരിക്കും അത്രേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ ഇത്രയും കൂടെ ഉണ്ട്. അപ്പൊ നമ്മള് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. ഇനി ഇടയ്ക്ക് പറഞ്ഞു മകള് ഓർത്തിട്ടാണ് ചാകാത്തത്, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഒരു പെൺകുട്ടിയാണ് നമ്മൾ വളരെ, നമുക്കൊരു ബോധം വേണം. ഹസ്ബൻഡ് മോൾ എന്തായാലും കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനിയും കാണാം.